മഴത്തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവൻ ചോറ് കഴിക്കാൻ ഇറങ്ങി വരുന്നില്ലയോ, എന്താ അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഇന്നും കൂടെ അങ്ങോട്ട് ആഹാരം കൊണ്ടുചെല്ലാൻ പറഞ്ഞെന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അവൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇരുന്നല്ലേ ആഹാരം കഴിക്കേണ്ടത്, എന്നും അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത്ര ദിവസം നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം കൂടെ അല്ലേ അവൻ പറഞ്ഞോളൂ, ഇന്നും കൂടെ കൊണ്ടു കൊടുക്കാം, നാളെ പോലെ അവൻ ഇവിടെ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണമോള് പറയാണ്, ഇന്നും കൂടെ അല്ലേ ഉള്ള അച്ഛാ, ഇന്നും കൂടെ രോഹിയേട്ടൻ അവിടെ കൊണ്ടു കൊടുക്കട്ടെ, അലീന ചേച്ചി മരുക്കിയെടുത്തോളും, നാളെ പോലെ രോഹിയേട്ടൻ ഇവിടെ വന്ന് ആഹാരം കഴിച്ചോളൂ എന്ന് കൃഷ്ണമോള് പറയുകയാണ്. ഓ, നീ എപ്പോഴും അവളുടെ സൈഡാണല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. പിന്നെ അച്ഛൻ അലീന ചേച്ചിയുടെ സൈഡല്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോളാണെങ്കിൽ ബാലേന്ദ്രനെ കളിയാക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛാ ഇന്നും കൂടെ രോഹി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കട്ടെ, ഇന്നും കൂടെ കൊണ്ടുചെല്ലാനല്ലേ പറഞ്ഞത്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ എതിരി പറയുന്നില്ല, ഇന്നും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, ഇന്ന് ആ മുറിയിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് അവനോട് പറയണം, എല്ലാവരോടും വന്നിരുന്ന് സംസാരിക്കണം, ആഹാരം കഴിക്കണം, പുറത്തിറങ്ങണം, എന്നാലേ അവന് ഈ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന പറയണം, അതൊക്കെ മാറിക്കൊള്ളും, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രന് എല്ലാം രോഹിയുടെയും ബബിതയുടെയും ഒക്കെ മാറ്റം കണ്ട് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം തൻ്റെ മക്കളൊക്കെ നേർവഴിക്ക് വരുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ബാലേന്ദ്രൻ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം അലീന പറയാണ്, അച്ഛാ വേറൊരു സംഭവം ഉണ്ടായെന്ന് പറയണേ. അതെന്താ മോളെ, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായത്? അത് ഞാൻ മോളിൽ ചെന്നപ്പോഴേ രോഹി എന്നോട് സംസാരിച്ചു. നിന്നോട് സംസാരിച്ചോ? എന്ത് പറഞ്ഞ്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ആഹാരം മോളിൽ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം എന്നെ അലീന ചേച്ചിന്ന് വിളിച്ചെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. നിന്നെ ചേച്ചിന്ന് വിളിച്ചോ? ആ. അപ്പോൾ കൃഷ്ണമോള് പറയാനാണ്, ചേച്ചി വെറുതെ പറയല്ലയോ, രോഹിയേട്ടൻ അങ്ങനെ ചേച്ചി വിളിച്ചോ? ഞാനും ആദ്യം എന്നെ വിളിച്ചപ്പോൾ ഒന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു, നീ എന്നെ കളിയാക്കി വിളിച്ചതാണോ അതോ അറിയാതെ വിളിച്ചതാണോ എന്നൊക്കെ ചോദിച്ച്. അല്ലെന്നാ പറഞ്ഞത്, ഇനി മുതൽ എന്നെ അലീന ചേച്ചിനെ വിളിക്കത്തോളെന്നാ അവൻ എന്നോട് പറഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, രോഹിയേട്ടന് മാറ്റം ഉണ്ടച്ചാ, രോഹിയേട്ടൻ പഴയതുപോലെ ആവും, രോഹിയേട്ടൻ്റെ സ്വഭാവമൊക്കെ മാറും, എല്ലാം ശരിയാവും അച്ഛാ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. എൻ്റെ മക്കളെല്ലാം നന്നായി തുടങ്ങിയല്ലോ ഭഗവാനെ എന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആഹാരമായിട്ട് അലീന മുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വൈജിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. മക്കളെല്ലാം അലീനയുടെയും ബാലചന്ദ്രൻ്റെയും സൈഡിലോട്ട് തിരിഞ്ഞിട്ടുള്ളെന്ന് ഒരു സംശയം വൈജിക്ക് ഉണ്ടാവുന്നുണ്ട്. ആകപ്പാടെ ടെൻഷനിൽ തന്നെയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ ആഹാരമായിട്ട് മുകളിലേക്ക് ചെല്ലുകയാണ്. അപ്പം അലീന കൊണ്ടുവന്ന് ടേബിളിൻ്റെ മുകളിൽ ആഹാരം വെക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ദാണ്ടേ ആഹാരം ഇതായിരിക്കുന്നത്, രോഹിത്ത് കഴിച്ചോ, നാളെ മുതൽ ഞാൻ കൊണ്ടുവരത്തില്ലേ, അച്ഛനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്കും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തുള്ളൂ, നാളെ മുതൽ എല്ലാവരെയും കൂടി ഇരുന്ന് ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ആഹാരം കഴിക്കണം, ഇങ്ങനെ എപ്പോഴും മുറിയിൽ അടച്ചിടാനോ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാനോ പറ്റത്തില്ല, അവിടെ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറയാണ്. അപ്പോൾ രോഹി പറയാണ്, നാളെ മുതൽ ഞാൻ താഴെ വരുന്ന എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചോളാം എന്നൊക്കെ അലീന അടുത്ത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചിയോട് നല്ല വിരോധം ഉണ്ടായിരുന്നു, മാത്രവുമല്ല അച്ഛനോടും ഉണ്ട് വിരോധം. ചേച്ചി എന്നോട് പലവട്ടം പറഞ്ഞതാ ഹരിയുടെ കൂടെ കൂട്ടുകൂടാൻ പോവല്ലെന്ന്, പക്ഷേ എനിക്ക് എല്ലാവരും കൂടെ ഉള്ള വാശിയായിരുന്നു, അലീന ചേച്ചിയോടും അച്ഛനോടും എല്ലാവരോടുള്ള വാശിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കാണെങ്കിൽ പറ്റിയ ആക്സിഡൻറ്റ്, വീട്ടിൽ വന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഇതെല്ലാം ആകപ്പാടെ എന്നെ ഭ്രാന്തി പിടിപ്പിച്ച്, അച്ഛനും അലീന ചേച്ചിയും തമ്മിലുള്ള ബന്ധം ആകപ്പാടെ എന്നെ വട്ടുപിടിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. അങ്ങനെയാണ് എനിക്കൊരാശ്രയമായി ഹരി വന്നത്. അതാണ് ഞാൻ ഹരിയോട് കൂടുതൽ അടുത്തതും. ബാക്കിയെല്ലാം എൻ്റെ വാശിപ്പുറത്തും അഹങ്കാരത്തിലും ഉണ്ടായതാണ്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് രോഹിത്താണെങ്കിൽ അലീനയോട് പറയാണ്. അപ്പം അലീന പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എനിക്കറിയായിരുന്നു നിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു തെറ്റ് ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നാലും സാഹചര്യം വെച്ച് നീ ഒരു കുറ്റവാളിയാണെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ശരണ്യയാണ് എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം. പക്ഷേ നീ അതിന് കൂട്ടുനിന്നത് ഒരു തെറ്റായിപ്പോയി, അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഇനി അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം. പഴയ ഭൂതകാലം, നശിച്ച ഭൂതകാലം ഇനി ഓർക്കണ്ട, ഇനി പുതിയൊരു ജീവിതം തുടങ്ങണം. മാത്രവുമല്ല ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം, എല്ലാവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കണം, നല്ല സ്വഭാവമായിട്ട് മുന്നോട്ട് പോകണം, പുറത്തിറങ്ങണം, പഠിക്കണം, നല്ല ജോലി നേടണം, അച്ഛൻ ആഗ്രഹിച്ച പോലെ നീ നല്ലൊരു നിലയിലെത്തണം, ഇതിനകത്തിരുന്ന് നിൻ്റെ ജീവിതം ഹോമിക്കേണ്ടതല്ല എന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം രോഹിത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഹരി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പോലും നീ അവനോട് ഒരു കൂട്ടിനും പോവല്, അവൻ നിന്നെ വീണ്ടും നശിപ്പിക്കുമെന്ന് പറയാണ്. അപ്പം രോഹിത് പറയാണ്, ഇനി ഒരിക്കലും അവനുമായിട്ടൊരു കൂട്ടിന് ഞാൻ
പോകത്തില്ല എന്ന് അലീനയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ അലീനയ്ക്കും രോഹിത്തും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. സ്വന്തം ചേച്ചിയെ അലീനെ അംഗീകരിക്കുകയും അലീന പറയുന്നതെല്ലാം രോഹിത്ത് അതേപടി അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവുന്നുണ്ട്. വൈജ മാത്രം ഒരു മാറ്റവും ഇല്ലാതെ അലീനയോട് ദേഷ്യമായിട്ട് ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എറണാകുളത്ത് മാമച്ചൻ്റെ ഫോണിലേക്കാണെങ്കിൽ ടോണി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോണി ഇവരടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ആരോഗ്യ പ്രശ്നം കാരണം ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ടോണി ഇങ്ങോട്ട് വാ. അപ്പം ലൊക്കേഷനൊക്കെ മാമച്ചൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോണി ആണെങ്കിൽ നേരെ മാമച്ചൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മാമച്ചനും ഗ്രേസി അമ്മയും കൂടെ ടോണിയെ അകത്തേക്ക് ഇരുത്തി സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ടോണി പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് കുറേ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. എന്തായാലും നിങ്ങൾ ആ വീട്ടിലേക്ക് ചുമ്മാതെ വന്നതല്ല, എന്തോ കാര്യമായിട്ടാണ് വന്നത്. ആ കാര്യം എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശമായിട്ടാണ് വന്നത്, അത് സാധിച്ച്. അത് എന്താണെന്ന് ടോണി മാമച്ചനടുത്ത് ഗ്രേസിയമ്മടുത്തും പറയുകയാണ്. അപ്പം മാമച്ചൻ പറയാണ്, അത് ഞങ്ങൾ ചുമ്മാ വന്നത്. അപ്പം ചുമ്മാതെ എന്തായാലും എൻ്റെ വീട് തിരക്കി അവിടം വരെ നിങ്ങൾ വരുത്തില്ല, കാര്യം എന്തുണ്ട്, സത്യം പറയാണ്. അപ്പം ഗ്രേസിയമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പം ടോണി പറയാണ്, നിങ്ങൾ ചുമ്മാ ഒന്നും അല്ല വന്നത്, നിങ്ങൾക്ക് ഷെറിനെ കുറിച്ച് അറിയാം, ഷെറിൻ്റെ കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് ഷെറിനെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ്. എന്താ ഷെറിൻ്റെ വല്ല ബന്ധുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല. അവസാനം ടോണി നിർബന്ധിച്ചത് കാരണം ഗ്രേസിയമ്മ പറയുകയാണ്, അന്ന് ഷെറിൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മോനായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവനായിരുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ടോണി ഞെട്ടുകയാണ്. അപ്പം ഗ്രേസി അമ്മയാണെങ്കിൽ വീണ്ടും പറയാണ്, ആ കുഞ്ഞ് ഇപ്പം എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ടോണിക്ക് അതിനെക്കുറിച്ച് അറിയാവോ എന്നറിയാനാണ് ഞങ്ങളന്ന് വന്നതെന്ന് ഗ്രേസി അമ്മ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ടോണി ആകപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ടോണിച്ചേട്ടാ, ഞങ്ങളാരും ടോണിച്ചേട്ടനെ ചതിക്കാനല്ല അങ്ങോട്ട് വന്നത്, ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ. ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരെന്ത് തെറ്റ് ചെയ്ത് ഉള്ള മകനാണെങ്കിൽ അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ ഇവർക്ക് ആകപ്പാടെ ഉള്ള ആശ്രയം അതുമാത്രമാണ്, മകനിൽ ഉണ്ടായ ഒരു കുട്ടി. ആ കുട്ടിയെ അന്വേഷിച്ച് അവർ എന്ത് തെറ്റ് ചെയ്തെന്ന് ടോണി ചേട്ടൻ പറയാണ്. അപ്പോൾ ടോണി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനി അവരുടെ കച്ചിത്തുരുമ്പ് അത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ടോണി ചേട്ടൻ്റെ അടുത്ത് വന്നതെന്ന് രേവതി പറയാണ്. ആകപ്പാടെ ദേഷ്യം നിൽക്കുന്ന ടോണി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമാവുന്നുണ്ട്. കാരണം ടോണിയെ ചതിച്ചതാണെന്ന് ടോണിക്കൊരു തോന്നലുണ്ടാവുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ അലീനയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വൈജയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഡോറ് തട്ടുകയാണ്. അപ്പോൾ വൈജ വന്ന് ദേഷ്യത്തോടെ ഡോറ് തുറക്കുകയാണ്. എന്താ വന്ന് തട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അത് മാഡത്തിന് ആഹാരം വേണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് ആഹാരം വേണമെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം, നിൻ്റെ ഒരൗദാര്യവും എനിക്ക് വേണ്ട. പിന്നെ ഇനി ആഹാരം വേണമെന്ന് ചോദിച്ചുകൊണ്ടേ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. എനിക്ക് ആഹാരം വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ അറിയാം, നിൻ്റെ സഹായം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷിക്കുകയാണ് അലീനയെടുത്ത്. അപ്പം നീ ഇനി ഇങ്ങോട്ട് വന്നു പോകലെന്നും പറഞ്ഞ് ഡോർ പിടിച്ചടക്കുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ നേരെ ഹാളിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇപ്പോൾ ഉണ്ട്. എന്താ മോളെ, എന്താ വൈജ നിന്നോട് ചൂടായത്? അത് മാഡത്തിന് ആഹാരം വേണമെന്ന് ചോദിച്ചതാണ്. അവൾ എന്ത് പറഞ്ഞെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. മാഡത്തിന് വേണ്ട എന്ന്, ആഹാരം വേണമെങ്കിൽ തന്നെ വന്ന് ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് ഭയങ്കര വിഷമത്തോടെ അലീന പറയുകയാണ്. ഈ വീട്ടിൽ കഴിയുമ്പം മോളുണ്ടാക്കുന്ന ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷിച്ച് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓടിച്ചെന്ന് അലീനെ പിടിച്ചിരുത്തിയാണ്. അച്ഛൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഒന്നാമത് മാഡത്തിന് ഇപ്പം വെയ്യാതിരിക്കുക, അച്ഛൻ ചെന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട, ആഹാരം വേണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ, അച്ഛൻ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിടിച്ചിരുത്തിയാണ് അലീന ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രനും പറയണം, അങ്ങനെ അവളെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവിടെ വന്ന് നമ്മളോട് ഭരിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോ, അവളോട് ചോദിച്ചിട്ടുള്ള കാര്യമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ അലീന ബാലചന്ദ്രനെ പിടിച്ചു നിർത്തുകയാണ്.